പരിശുദ്ധാത്മാവെ സ്തുതി, പരിശുദ്ധാത്മാവെ നന്ദി, പരിശുദ്ധാത്മാവെ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പൊന്നുപിതാവേ, സ്വർഗീയ പിതാവേ, ദാവീദ് പുത്ര, ഇന്നൊരു ദിവസം തന്നത് അങ്ങയുടെ കൃപയാലാണ്. ഈ പ്രാർത്ഥന ചൊല്ലാൻ അങ്ങ് അവസരം തന്നത് അങ്ങയുടെ കൃപയാലാണ്. അതിനപ്പാ ഞാൻ നന്ദിയുള്ളതായിരിക്കും. കർത്താവെ, കൃപാലയം ഭവനത്തെയും ഈ ലോകമെമ്പാടുമുള്ള എല്ലാ മക്കളെയും അവിടുത്തെ ഉള്ളംകരങ്ങളിലേക്ക് ചേർത്ത് വെക്കുന്നപ്പാ. അപ്പാ, ഹൃദയം തുറന്ന് അപ്പാ, ഒരു നിമിഷം പോലും മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന പല അവസ്ഥകളിൽ നിന്ന്, സാമ്പത്തിക മേഖല, വിവാഹ മേഖല, ജോലി, രോഗം, എല്ലാത്തിൽ നിന്നും ഭാരപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ കർത്താവെ, സങ്കീർത്തനം 61:1-2, ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ചെവി കൊള്ളണമേ. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്നും അവിടത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. കർത്താവെ, അപ്രാപ്യമായ പാറ കർത്താവെ അങ്ങാണല്ലോ. അങ്ങയുടെ തിരുക്കരങ്ങളിൽ അങ്ങ് കൂടെയുണ്ടെങ്കിൽ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അങ്ങ് പരിഹാരമാണല്ലോ തമ്പുരാനെയും. എങ്കിൽ ഈ നിമിഷം അപ്പാ, സങ്കീർത്തനം 61 ചേർത്ത് വെച്ച് ഞാൻ യാചിക്കുന്ന ദൈവമേ, സാമ്പത്തിക തടസ്സത്തിനും വിവാഹ തടസ്സത്തിനും ജോലി തടസ്സത്തിനും രോഗത്തിനും കർത്താവെ, അങ്ങയുടെ വചനം അപ്പാ ഉന്നതമായ വചനമാണ് ദൈവമേ. ഇത് വിശ്വസിച്ച് ഇത് അടിയുറച്ച് പ്രാർത്ഥിക്കുന്ന ഏവനും കർത്താവെ, ഇതിനൊരു പരിഹാരമാണപ്പാ. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അപ്പാ, ഈ വചനം വിശ്വസിക്കുക, ഈ വചനം വിശ്വസിക്കുക. ഈ വചനം വിശ്വസിച്ച് ആരൊക്കെ പ്രാർത്ഥിക്കുന്നോ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് കർത്താവെ. അങ്ങ് ഇത് കേൾക്കുന്നവരുടെ അപ്പാ, ഇത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ ഒരു നിമിഷം പോലും അങ്ങ് മാറി നിൽക്കല്ലേ. അവരുടെ എല്ലാ ആവശ്യങ്ങളും നൽകി അങ്ങ് കൂടെ അവരെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ. അങ്ങ് ഞങ്ങൾക്ക് അന്നേക്കുള്ള ആഹാരത്തിന് വക നൽകണമേ. കർത്താവെ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപികളിൽ നിന്ന് രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും സത്യവും നീതിയും അങ്ങയുടേതാകുന്നു, ആദിയിലെ പോലെ എപ്പോഴും എന്നേരവും ആമേൻ. വിവാഹ തടസ്സം ഉള്ള, ജോലി തടസ്സമുള്ള, രോഗാവസ്ഥയിലായിരിക്കുന്ന എല്ലാവരും ഈ വചനം കേൾക്കുക. കേൾക്കുന്ന മാത്രയിൽ ദൈവനാമത്തിൽ യേശുവിൻ്റെ തിരുരക്തത്താൽ യേശുവിൻ്റെ തിരുക്കുരിശോട് ചേർത്ത് വെച്ച് ഞാൻ പറയുന്നു, കർത്താവെ, ഒരു യോഗ്യതയില്ലാത്ത പാപിയായ ഞാൻ എങ്കിലും എൻ്റെ അപ്പനെ ഞാൻ വിശ്വസിക്കുന്നു. ആരിത് കേൾക്കുന്നോ, ആര് പ്രാർത്ഥിക്കുന്നോ അവർക്ക് അത്ഭുത അടയാളങ്ങളും ഉടനെ നടന്നിരിക്കും. ഇന്നേക്ക് 12 ദിവസത്തിനുള്ളിൽ കർത്താവെ, അവർ ആഗ്രഹിക്കുന്നത് അങ്ങ് നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു പിതാവേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ നാമത്തിൽ സ്തുതിയായിരിക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ.